BBC ഒഴിവാക്കിയ ഗസ ഡോക്യുമെന്ററിക്ക് പുരസ്കാരം 3 ആംനസ്റ്റി ഇന്റർനാഷണൽ UK വിഭാഗം 3 പതിറ്റാണ്ടിലേറെയായി മാധ്യമ പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. ധീരമായ ജേർണലിസം, മനുഷ്യാവകാശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ടുകൾ എന്നിവയാണ് സമ്മാനത്തിന് പരിഗണിക്കുന്നത്. 2025 സമ്മാനിതരെ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചു. UK മാധ്യമങ്ങളിൽ നിന്നാണ് സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി 11 പുരസ്കാരങ്ങൾ. മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ആദരിക്കുകയാണ് പുരസ്കാരങ്ങളുടെ ലക്ഷ്യം. ഇക്കൊല്ലത്തേത് 34ാമത് വാർഷിക പുരസ്കാരങ്ങളാണ് ആംനസ്റ്റി UK നൽകുന്നത്. ഇത്തവണ സമ്മാനം നേടിയ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ BBCയും ചാനൽ 4ഉം അൽ ജസീറയും സൺഡേ ടൈംസ് പത്രവും ഉൾപ്പെടുന്നു. മർദ്ദനങ്ങൾ, പീഡനങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, യുദ്ധക്കെടുതികൾ, ഗസയുടേത് മാത്രമായ യാതനകൾ, ഭീകരമായ ശാരീരിക പീഡനങ്ങൾ തുടങ്ങി മനുഷ്യാവകാശ വിഷയങ്ങളിൽ മികച്ച റിപ്പോർട്ടുകൾ സമ്മാനം നേടി. കൂട്ടത്തിൽ 1-2 എടുത്തു പറയണം. ഒന്ന്, സിറിയയിൽ ബഷാറുൽ അസദിൻ്റെ കാലത്ത് തടവറകളിൽ നടന്ന പീഡനങ്ങളെപ്പറ്റി BBC തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയാണ്. സിറിയൻ തടവറകളെ അതിജീവിക്കൽ, സർവൈവിംഗ് സിറിയാസ് പ്രിസൺസ് എന്നാണ് ഡോക്യുമെൻ്ററിയുടെ തലക്കെട്ട്. ജയിലിലെ മുൻ ജീവനക്കാരായ 40-ലേറെ പേരെ കണ്ട് റിപ്പോർട്ടർമാർ അന്വേഷിച്ചു. മേലധികാരികളുടെ ഉത്തരവ് ഒരാൾ വിവരിച്ചത് ഇങ്ങനെ: മേലധികാരി പറഞ്ഞു, തടവുകാരോട് ദയ വേണ്ട, എന്തും ചെയ്യാം, ഉറങ്ങാൻ സമ്മതിക്കരുത്, ജീവനോടെ കുഴിച്ചുമൂടണമെന്ന് തോന്നിയാൽ അതുമാകാം. Our superiors would say, torture them, don't let them sleep at night, throw them a party, put them in a grave if you want to, bury them alive if you want to. A new BBC investigation tells the story of Syria's notorious prisons under its former president, Bashar al-Assad, who was overthrown last December. Everyone heard the screams. Everyone knew how the interrogations were conducted. The team tracked down over 40 men who worked for the regime in various ranks. We agreed to conceal their identities given the value of their first-hand accounts. ഇത് BBC ഡോക്യുമെന്ററി. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വിഭാഗത്തിൽ 1ാം സമ്മാനം ചാനൽ 4ന്റെ റിപ്പോർട്ടിനാണ്. ഗസയിലെ ആരോഗ്യ പ്രവർത്തകരെ ലക്ഷ്യമിടുന്ന ഇസ്രായേലി സമീപനത്തെ പറ്റിയുള്ള ഗാസ അണ്ടർ അറ്റാക്ക് ആണ് റിപ്പോർട്ട്. ഡോക്ടർമാരെ തടവിലാക്കി പീഡിപ്പിക്കുന്ന, കൊന്നുകളയുന്ന ഇസ്രായേലി കുറ്റകൃത്യങ്ങളുടെ നേർസാക്ഷ്യം. ഈ ഫിലിമിന് ഒരു പ്രത്യേകതയുണ്ട്, BBCയുടെ ഭീരുത്വം വിളിച്ചറിയിക്കുന്നത്. ബേസ്മെന്റ് ഫിലിംസ് ആണ് ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചത്. യുദ്ധക്കുറ്റങ്ങളുടെ നേർരേഖ. BBCയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നിർമ്മാണം. A group of Palestinian emergency workers and medics are on a rescue mission. Their ambulances clearly marked with lights flashing. Israeli soldiers open fire and start to kill the rescue workers. ഡോക്ടർമാരെ കൊല്ലുന്നു, കൊല്ലാക്കൊല ചെയ്യുന്നു, ആശുപത്രികൾക്ക് ബോംബിടുന്നു. ഇതിൻ്റെ നേർചിത്രങ്ങളും സാക്ഷിമൊഴികളും അടക്കം ഡോക്യുമെൻ്ററിയിൽ ഉണ്ട്. പറഞ്ഞല്ലോ, ഇത് ആദ്യം കമ്മീഷൻ ചെയ്തത് BBC ആണ്. പക്ഷെ പൂർത്തിയായപ്പോൾ അത് സംപ്രേഷണം ചെയ്യാൻ വിസമ്മതിച്ചു. ആ ഘട്ടത്തിൽ അത് ഏറ്റെടുത്ത് സംപ്രേഷണം ചെയ്യാൻ മുന്നോട്ട് വന്നത് ചാനൽ 4ഉം ZAOയുമാണ്. മികച്ച ഡോക്യുമെൻ്ററി എന്ന നിലക്ക് അതിന് ബാഫ്ത അവാർഡും റോറി പെക്ക് അവാർഡും ഇപ്പോൾ ആംനസ്റ്റി അവാർഡും ലഭിച്ചു. ചാനൽ 4ന് നൽകിയ ഈ അവാർഡ് BBCക്കുള്ള മുഖത്തടി കൂടിയായി കരുതണം. BBCയുടെ ജേർണലിസത്തിന് ചില ചായ്വും അതിരുമുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നുണ്ട് ഈ അനുഭവം. അങ്ങനെ ആംനസ്റ്റിയുടെ ഒരു പുരസ്കാരം BBC ഡോക്യുമെൻ്ററിക്ക്, മറ്റൊന്ന് BBC നിരസിച്ച ഡോക്യുമെൻ്ററി. ചാനൽ 4ന് മറ്റൊരു ഗണത്തിലും പുരസ്കാരമുണ്ട്. മികച്ച ഫീച്ചറിനുള്ള സമ്മാനം വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി അതിക്രമങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടിനാണ്. He's unarmed and on his own land. Yet these are the moments before Saeed al-Amour is shot by an Israeli settler in the West Bank. ഇത് ഫലസ്തീനി കർഷകൻ സയ്യിദ് അൽ അമൂർ സ്വന്തം ഒലീവ് തോട്ടം ഇസ്രായേലി കുടിയേറ്റക്കാർ കയ്യേറുമ്പോൾ ചെറുക്കും.
ഒരിക്കൽ പട്ടാളം അദ്ദേഹത്തെ വെടിവെച്ചു. പരിക്കേറ്റ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. It's not the first time settlers have come to Saeed's olive groves. For over a year, we've filmed as they've seized more and more of his land and used false accusations to lay the groundwork for a bloody attack. This is the story of how a 60-year-old Palestinian is shot defending his home and how the shooter walks away unpunished. കഴിഞ്ഞയാഴ്ചയും പട്ടാളം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ ഇത് എൻ്റെ നാട്, വിട്ടുകൊടുക്കില്ല എന്ന് സയീദ്. ഇത്തരത്തിലുള്ള ലക്ഷങ്ങളുണ്ട് ഫലസ്തീനിൽ. അവരുടെ കൂടി കഥയാണ് പുരസ്കാരം നേടിയിരിക്കുന്നത്. Despite losing his leg, Saeed is determined to defend his land against further seizures. لا ولو شو ما يكون لو الآن هم استطاعوا إنهم صح يقصوا رجلي ما بقصوا إرادتي أبدا شو ما يكون ما بقصوا إرادتي لأنه إرادتي أنا صاحب حق شو ما يكون جميع المستوطنين في العالم كله مستحيل إنهم يزحزحوني عن أرضي نهائيا شو ما يكون. ലോകം കാണേണ്ട, തിരിച്ചറിയേണ്ട, പ്രതിരോധിക്കേണ്ട അനീതികൾ ലോക ശ്രദ്ധയിലെത്തിക്കാനുള്ള ശ്രമം കൂടിയാണ് പുരസ്കാരങ്ങൾ.